അമ്മയുടെ കുടുംബക്കാരെന്ന് പറയുന്നത്. ഇത് കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ വീട് വെക്കാൻ പറഞ്ഞതിന്റെ മൂത്ത മകനാണ്, കിച്ചുവാണ് പറഞ്ഞത്. അന്ന് അവൻ ഇവിടെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, വളർന്നുകൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ കൊല്ലത്ത് അവന്റെ അച്ഛന്റെ വീട്ടിൽ പോയത്. അവന്റെ അച്ഛന്റെ വീട്ടുകാർക്ക് ഇവിടെ വരാമല്ലോ, അവന്റെ വീടല്ലേ, ആർക്ക് വേണം ഇവിടെ വരാം, അവരുടെ ബന്ധുക്കൾക്ക് ആർക്ക് വേണം. ഞങ്ങൾ ഇവിടെ എനിക്കിപ്പോ ഒറ്റയ്ക്ക്, ഞാനും ആ ഋതപ്പനും ഒറ്റയ്ക്ക് താമസിക്കാനുള്ള നിർവാഹമില്ല. ഞാൻ ഈ അഭിനയിക്കാനും ഈ വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് ഋതപ്പനെ ഇവിടെ ഒറ്റയ്ക്കാക്കാനും പറ്റത്തില്ല. അപ്പോൾ ഒരു സഹായത്തിന് എൻ്റെ സഹോദരിയുടെ ഭർത്താവും മക്കളും തൊട്ടടുത്ത് വേണം എന്നാഗ്രഹിക്കുന്നത് ഞാൻ. വേറെ ആരും ഇല്ലല്ലോ, വീട്ടുകാരെന്ന് പറഞ്ഞാൽ വേറെ ആരും എനിക്കറിയില്ല. എൻ്റെ അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കുന്നു, അതല്ലാതെ ആരാണ് വീട്ടുകാർ? അവരിവിടെ അല്ല താമസിക്കുന്നത്, അവരപ്പുറത്തെ തൊട്ട് പുറകിൽ വാടകയ്ക്ക് താമസിക്കണം. 5000 രൂപ വാടക കൊടുത്ത്. ഇനിയിപ്പോൾ ഞാൻ ഒരു ദിവസം ആ ഒരു വീടും കൂടെ കാണിക്കും. എനിക്കൊന്ന് അതിൻ്റെ വാടക കഴിയാറായി അവർ വേറെ വീട് മാറുവാന്ന് തോന്നുന്നു. ഇവിടെ ഞാനില്ലാത്ത സമയത്ത് ആ പിള്ളേർ എന്തെങ്കിലും, അവളും ചേച്ചിയും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പിള്ളേരെ നോക്കാൻ അപ്പായും അമ്മയും ഒരുമിച്ചാക്കുന്നതാണ്. അത് ഇത്ര തെറ്റാണോ? എല്ലാ വീട്ടിലും കാണുന്നതല്ല അപ്പനും അമ്മയും 2ഉം 3ഉം കൊച്ചുമക്കളെ ഒരുമിച്ച് വളർത്തുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് എന്താണ് തെറ്റ്? സുധിച്ചേട്ടൻ്റെ വീട്ടുകാർക്ക് ഇവിടെ സ്വാഗതമാണ്. ആ അമ്മ എപ്പം വന്നിവിടെ നിന്നാലും ഞാൻ പൊന്നുപോലെ നോക്കും.